കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കൾ പോലും പാണക്കാട് തങ്ങളെ കണ്ട് വണങ്ങേണ്ട ഗതികേടിലാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് മതസാമുദായിക ആചാര്യന്മാരെ നവാഗതർ കാണുന്നില്ലെന്നും കോൺഗ്രസ് ലജ്ജാകരമായ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പക്ഷേ കോൺഗ്രസിൽ ചേരുന്ന ഒരു സാധാരണ പ്രാദേശിക നേതാവിന് പോലും യുഡിഎഫിന്റെ പ്രവർത്തകനായിട്ട് തുടരണമെങ്കിൽ പാണക്കാട് തങ്ങളെ കണ്ട് ആശീർവാദം വാങ്ങണം എന്നുള്ള നില എങ്ങനെ ഉണ്ടായി? മതസാമുദായിക നേതാക്കളെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊന്നും മറ്റ് മതസാമുദായിക നേതാക്കളെ ഒന്നും പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? കേരളത്തിൽ പാണക്കാട് തങ്ങൾ മാത്രമാണോ ആധ്യാത്മിക ആചാര്യനായിട്ടുള്ളത്? ഇരട്ട വോട്ട് ചേർക്കാൻ ഇവിടെ സഹായം നൽകിയത് ജില്ലാ ഭരണകൂടമാണ്, തഹസിൽദാരാണ്, NGO യൂണിയൻകാരാണ്, BLOമാരാണ്, അതെല്ലാം CPMമാരാണ്. ഞങ്ങൾ പക്ഷേ ഇരട്ട വോട്ടിനെ മറികടക്കാൻ പുറത്തുള്ള വോട്ടർമാരുടെ മുഴുവൻ, ഇവിടെ ചേർത്തിട്ടുള്ള മുഴുവൻ വോട്ടർമാരെയും ഞങ്ങൾ റെഡ് മാർക്ക് ചെയ്ത് വോട്ടർ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളതിനെ ശരിയായ രീതിയിൽ ചലഞ്ച് ചെയ്തു. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും നിലപാട് വ്യക്തമാക്കാത്തത് എന്തെന്ന് അദ്ദേഹം ചോദിച്ചു. പാലക്കാട് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ കോൺഗ്രസ് ചോദ്യം ചെയ്യുകയാണെന്നും ഇതിനെതിരെയുള്ള ജനവിധിയായിരിക്കും ഇത്തവണ ഉണ്ടാവുകയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു.